ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞണ്ടിനെയൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇത് അത്ര വലിയ പാടുള്ള പണിയൊന്നല്ല കേട്ടാ നന്നാക്കല്. അറിയാത്തവർക്ക് വേണ്ടി അപ്പൊ എങ്ങനെ ഞണ്ടിനെ ക്ലീൻ ആക്കി എടുക്കണേന്ന് ഒന്ന് കാണിച്ചു തരാം. അങ്ങനത്തെ എല്ലാ ഞണ്ടും ക്ലീൻ ആക്കി നമുക്ക് വേണ്ടത് മാത്രം എടുത്തണ്ടേ. ഇനി നമുക്ക് ഈ ഞണ്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായി തിരുമ്മി മാറ്റി വെക്കാം. അപ്പൊ അതവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചീൻചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം. ചീൻചട്ടി അപ്പൊ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുഞ്ഞിതായി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സൈസ് വലിപ്പമുള്ള സവാളയാണ് ഞാൻ എടുത്തേക്കണേ. സവാള ജസ്റ്റ് വാടി വന്നതിന് ശേഷം നമുക്ക് നല്ല ഫ്രഷ് വേപ്പില ഇട്ട് കൊടുക്കാം ട്ടാ. പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അപ്പൊ വേഗം മൂത്ത് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എല്ലാം നന്നായി ഒന്ന് ഇളക്കി വാടി വരുന്ന വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പൊ സവാളയ്ക്ക് നന്നായി വാടി വന്നിട്ടേ ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം അപ്പൊ നമുക്ക് കുറച്ച് കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ആക്കി കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് സോയ സോസ് ആണ് ഒഴിച്ചു കൊടുക്കണേ. ഒന്നും കൂടി നന്നായി ഇളക്കി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ പൊടികളിലേക്ക് പച്ചമണം മാറി വരുമ്പോ ഞണ്ടിട്ട് കൊടുക്കാം ട്ടോ. അപ്പൊ ഞണ്ടൊക്കെ ആ മസാലയിൽ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുത്തണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഞണ്ടൊക്കെ വെന്ത് തുടങ്ങിയിട്ടായിട്ടാ. കൂടാതെ തന്നെ ആ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിണ്ടായേ. അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആക്കാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ അതേ കുറച്ച് കച്ചപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കി ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ട്ടാ. അപ്പൊ ദേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ട അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ.